സാഹിത്യ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച വീട് വരയ്ക്കുന്ന കുട്ടി എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. മലാപ്പറമ്പിൽ നടന്ന ചടങ്ങിൽ കവി പി.കെ. ഗോപി പ്രകാശനം നിർവഹിച്ചു. സാഹിത്യ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച മനോജ് തെക്കേടത്തിന്റെ കവിതാ സമാഹാരം വീട് വരയ്ക്കുന്ന കുട്ടി കവി പി.കെ. ഗോപി പ്രകാശനം ചെയ്തു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ കെ.എഫ്. ജോർജ് പുസ്തകം ഏറ്റുവാങ്ങി. അക്ഷരങ്ങളെ സ്നേഹിക്കുന്നവർക്കെല്ലാം 51 അക്ഷരങ്ങളാണ് ആയുധങ്ങളെന്നും പി.കെ. ഗോപി പറഞ്ഞു. ഞങ്ങളൊന്നുമല്ല ഇതിന്റെ ശക്തി, ഇവിടെ വരുന്ന അതിഥികളാണ്, സുഹൃത്തുക്കളാണ്, എഴുത്തുകാരാണ്, നല്ല മനുഷ്യർ, ആസ്വാദകരാണ്. എന്തൊരു ഇഷ്ടമാണ് ഈ സാംസ്കാരിക സമന്വയത്തോടെ ആളുകൾക്ക്, അല്ലേ മാഡം? അങ്ങനെയല്ലേ തോന്നുന്നത്, അല്ലേ? അക്ഷരത്തെ പൂജിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അക്ഷരത്തെ പൂജിക്കുന്ന, ആയുധത്തെ പൂജിക്കുന്നവരുടെ കാര്യമല്ല പറഞ്ഞത്. ആയുധത്തെ പൂജിക്കണം, പക്ഷെ അത് കൃഷിക്കുള്ള ആയുധത്തെ കുറിച്ചാണ് പറയുന്നത്, മാരകായുധത്തെ കുറിച്ചല്ല, ജീവനെടുക്കുന്ന ആയുധത്തെ കുറിച്ചല്ല പറയുന്നത്. ജീവൻ കൊടുക്കുന്ന ഏതെങ്കിലും ഒരു ആയുധമുണ്ടാകും, അത് ആശയത്തിൽ നിന്ന് രൂപാന്തരപ്പെടുന്നതാണ്. അതൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏതുകാലം തുടങ്ങിയതാണ് ഈ ഭാഷ കൊണ്ടുള്ള പ്രയോഗ സൗകുമാര്യത്തിൻ്റെ കൊടുക്കൽ വാങ്ങൽ. എത്രയോ കാലം മുമ്പ് തുടങ്ങിയതാണ്. ഒട്ടും സമയം കളയാതെ കവയിത്രി ഡോക്ടർ ആര്യ ഗോപി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സാഹിത്യനഗരം നോഡൽ ഓഫീസർ എ.കെ. സരിത, ദർശനം സാംസ്കാരിക വേദി രക്ഷാധികാരി എം.എ. ജോൺസൺ, സാഹിത്യ പബ്ലിക്കേഷൻസ് മാനേജിംഗ് എഡിറ്റർ സുദീപ് തെക്കേപ്പാട്ട്, ചിത്രകാരൻ റോയ് കാരാത്ര, മോഹൻ പുതിയോട്ടിൽ, സുഗന്ധി എ.വി., നോബി ബെൻഡക്സ്, രാധിക ദീപക്, മനോജ് തെക്കേടത്ത് എന്നിവർ സംസാരിച്ചു. മേലങ്കികളുടെ പ്രൗഢിയിൽ ബാഹ്യമനോഹാരിത അവതരിപ്പിച്ചാലും ഉള്ളിലെ സത്യങ്ങൾക്ക് ചാഞ്ചല്യമില്ല. ശയനമുറിയും പൂമുഖവും രണ്ടാണെന്ന തിരിച്ചറിവ് ജീവിതത്തിന്റെ ലളിതമായ വെളിപാടാണ്. നിഷ്കളങ്കമായ കൗതുക മനസ്സോടെ ഗ്രാമീണ ജീവിതത്തിന്റെ ഏടുകൾ മറിക്കുന്ന ഓർമ്മകളിൽ ഭൂമിയും ആകാശവും പരസ്പരം കണ്ണാടി നോക്കുന്ന പ്രതീതി എന്നെ ഈ കവിതയിലേക്ക് വിളിച്ചുണർത്തി. ചിലപ്പോൾ ചിരിച്ചു, ചിലപ്പോൾ കരഞ്ഞു, ചിലപ്പോൾ നീറിപ്പുകഞ്ഞു, ചിലപ്പോൾ നിസ്സംഗ സുന്ദരമായൊരു നിർവൃതിയിൽ ലയിച്ചു. സമൃദ്ധിയും ശൂന്യതയും കൈവെള്ളയിൽ കാണിച്ചു തന്നു. മരിച്ച വീട് വിട്ടിറങ്ങുമ്പോൾ ഉറപ്പാക്കണം മരിച്ചില്ല എന്ന്. പതിയെ കൈത്തണ്ടമേൽ നുള്ളി നോക്കണം, എപ്പോഴോ മരിച്ചതാണെന്ന് ഉള്ളാകെ തോന്നും എങ്കിലും. മലയാള മനോരമ കോഴിക്കോട് യൂണിറ്റിലെ അസിസ്റ്റന്റ് എഡിറ്ററാണ് മനോജ് തെക്കേടത്ത്. മലാപ്പറമ്പ് മൊണാസ്ട്രി ഓഫ് ലൗവിലാണ് പ്രകാശന ചടങ്ങ് നടന്നത്. ACV ന്യൂസ്, കോഴിക്കോട്.